പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ രണ്ടാം ഘട്ട വിധിയിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കേസിൽ ഭീകരപ്രവർത്തനം അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് NIA കോടതി വ്യക്തമാക്കി. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ നാളെ പ്രസ്താവിക്കും. M.K. നാസർ, അധ്യാപകന്റെ കൈവെട്ടിയ സജൽ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് ഈ ഘട്ടത്തിൽ വിചാരണ ചെയ്യപ്പെട്ടത്. പ്രതികളായ സജൽ, നാസർ, നജീബ്, നൌഷാദ്, മൊയ്തീൻ കുഞ്ഞ്, അയൂബ് എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഇവർ 6 പേരുടെയും ജാമ്യം റദ്ദാക്കി കാക്കനാട് ജയിലിൽ പാർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഷഫീഖ്, അസീസ്, സുബൈർ, മുഹമ്മദ് റാഫി, മൻസൂർ എന്നിവരെ വെറുതെ വിട്ടു. 2010 ജൂലൈ 4-നാണ് പ്രതികൾ സംഘം ചേർന്ന് അധ്യാപകന്റെ കൈവെട്ടിയത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്തു നടപ്പാക്കിയ കൃത്യമാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. കേസിൽ ഭീകരപ്രവർത്തനം തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയ NIA കോടതി ഗൂഢാലോചന, ആയുധം കൈവശം വയ്ക്കൽ, ഒളിവിൽ പോകൽ, ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ തെളിഞ്ഞതായി ചൂണ്ടിക്കാട്ടി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് സജൽ. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് നാസർ. ആലുവ സ്വദേശിയും പോപ്പുലർ ഫ്രണ്ട് നേതാവുമാണ് നാസർ. ആദ്യഘട്ടത്തിൽ 37 പ്രതികളെ വിസ്തരിച്ച കോടതി 11 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു. ആദ്യഘട്ട കുറ്റപത്രത്തിന് ശേഷം അറസ്റ്റിലായവരുടെ വിചാരണയാണ് രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ സംഭവം നടന്ന് 12 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയായത്. സംഭവത്തിന് ശേഷം വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പലപ്പോഴായി അറസ്റ്റ് ചെയ്ത് വെവ്വേറെ കുറ്റപത്രം സമർപ്പിച്ചാണ് NIA വിചാരണ പൂർത്തിയാക്കിയത്. മുഖ്യപ്രതി M.K. നാസർ, അധ്യാപകന്റെ കൈവെട്ടിയ സജൽ എന്നിവർക്ക് പുറമെ അസീസ് ഓടക്കാലി, ഷഫീഖ്, നജീബ്, മുഹമ്മദ് റാഫി, സുബൈർ, നൌഷാദ്, മൻസൂർ, അയൂബ്, മൊയ്തീൻ കുഞ്ഞ് എന്നിവരുടെ കൃത്യത്തിലെ പങ്കാളിത്തമാണ് ഈ ഘട്ടത്തിൽ വിചാരണ ചെയ്യപ്പെട്ടത്. 2010 മാർച്ച് 23-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ മതനിന്ദയുണ്ടെന്നാരോപിച്ചാണ് പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയത്. പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യത്തിന് പിന്നിലെന്ന് ആദ്യം കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസും പിന്നീട് NIAയും കണ്ടെത്തി. കൃത്യത്തിന് വിദേശത്തു നിന്നടക്കം സാമ്പത്തിക സഹായം ലഭിച്ചെന്നും പ്രതികൾക്കും സംഭവത്തിന് മുമ്പും ശേഷവും പ്രാദേശിക പിന്തുണ കിട്ടിയെന്നുമാണ് കണ്ടെത്തൽ. ഷിഗ്ന ന്യൂസ്, കൊച്ചി.